إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبد الله ورسوله صلى الله عليه وعلى آله وأصحابه يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار عباد الله മുഅ്മിനീങ്ങളെ നമ്മുടെ ദിവസങ്ങളും സമയങ്ങളും അത് കഴിഞ്ഞു പോയി കൊണ്ടിരിക്കുകയാണ്. ആഴ്ചകളും മാസങ്ങളും കൊല്ലങ്ങളും നമുക്ക് എത്രയോ തീർത്തു കഴിഞ്ഞിരിക്കുകയാണ് ഈ ലോകത്ത്. നമ്മൾ ആളുകൾ സൽക്കർമ്മങ്ങളിൽ മുന്നേറുന്ന ഒരു വിഭാഗം ആളുകൾ തെറ്റുകളും പാപങ്ങളും ഭൗതികമായ ആർഭാടങ്ങളും ആഹ്ലാദങ്ങളും ആഘോഷങ്ങളിലുമായി മതിമറന്നുകൊണ്ട് അള്ളാഹുവിനെയും പരലോക ജീവിതത്തെയും കുറിച്ച് വിസ്മരിച്ചുകൊണ്ട് അതിനെ മറന്നുകൊണ്ട് പോകുന്ന മറ്റൊരു വിഭാഗം ആളുകൾ. ചില ആളുകൾ അവരുടെ മുണ്ട് മുറുക്കിയെടുത്തുകൊണ്ട് വലിയ വലിയ സൽക്കർമ്മങ്ങളിൽ മുന്നേറുകയാണ്. നോമ്പും നിസ്കാരവും ഖുർആൻ പാരായണവും ദാനധർമ്മവും നോമ്പ് തുറപ്പിക്കലും ദുആയും അദ്കാറുകളുമായി സൽക്കർമ്മങ്ങളുമായി മുന്നേറുന്ന ചില ആളുകൾ. മറ്റു ചില ആളുകൾ അവരുടെ ദേഹ ഇച്ഛകളെയും പിശാചിനെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് അതിനു വേണ്ടുന്ന കാര്യങ്ങളിൽ ആവേശവും ആഹ്ലാദവും കാണിച്ചു പോകുന്നവർ. നാം ഈ രണ്ട് വിഭാഗത്തിൽ ഏത് കൂട്ടത്തിലാണുള്ളത്? നമ്മുടെ അവസ്ഥ എന്താണ് എന്ന് നാം പരിശോധിച്ചു കൊണ്ടിരിക്കേണ്ടതാണ്. പരലോകത്ത് അള്ളാഹുവിന്റെ മുന്നിൽ വിചാരണ നേടേണ്ടത് നമ്മളായിരിക്കും. നാം ചെയ്ത പ്രവർത്തനങ്ങൾക്കനുസരിച്ച്, ഈ ലോകത്ത് നമ്മൾ ചെയ്തു വെച്ച പ്രവർത്തനങ്ങൾക്കനുസരിച്ചുള്ള പ്രതിഫലങ്ങളായിരിക്കും അവിടെ വെച്ച് ലഭിക്കുക. ആരെങ്കിലും അവൻ സൽക്കർമ്മത്തിൽ മുന്നേറിയെന്നുണ്ടെങ്കിൽ അവന്റെ ജീവിതം സുഖസമ്പൂർണമായിരിക്കും, വിജയപ്രദമായിരിക്കും. ഈ ലോകത്ത് അവന് ലഭിച്ച അവസരങ്ങളും ആയുസ്സും സമയങ്ങളും ദിവസങ്ങളും മണിക്കൂറുകളും അത് പാഴാക്കിയാൽ അവിടെ വെച്ച് ഖേദിക്കും ആ മനുഷ്യൻ. പക്ഷേ അവിടെ വെച്ച് ഖേദിച്ചതുകൊണ്ടോ അവന്റെ വിരല് കടിച്ചതുകൊണ്ടോ അവൻ കുറ്റബോധം വിചാരിച്ചതുകൊണ്ടോ യാതൊരു ഫലവും അവിടെ വെച്ചുണ്ടാവുകയില്ല. അവിടെ പ്രതിഫലത്തിന്റെ, ഈ ലോകത്ത് ചെയ്ത പ്രവർത്തനങ്ങൾക്കുള്ള പ്രതിഫലത്തിന്റെ സമയമാണ്, അതിന്റെ കാലമാണ്, അവസരമായിരിക്കും. അമൽ നാം നിർവഹിക്കേണ്ടത്, പ്രവർത്തനങ്ങൾ ചെയ്ത് മുന്നേറേണ്ടത് ഈ ലോകത്ത് വച്ചാണ്. മൻ അമില സ്വാലിഹൻ ഫലിനഫ്സി, സൽക്കർമ്മങ്ങൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ നേട്ടവും അതിന്റെ വിജയവും അതുകൊണ്ടുള്ള ഗുണവും അവന് മാത്രമാണ് ലഭിക്കാൻ പോകുന്നത്. വമൻ അസാഅ ഫഅലൈഹാ, ആരെങ്കിലും തെറ്റുകുറ്റങ്ങളും പാപങ്ങളും അള്ളാഹുവിനെ വെറുപ്പിക്കുന്ന കോപിക്കുന്ന കാര്യങ്ങളും ഈ ലോകത്ത് ചെയ്താൽ അതിന്റെ തിക്തഫലം, അതിന്റെ ശിക്ഷ, അതിന്റെ ദുരിതം അവൻ മാത്രമായിരിക്കും അനുഭവിക്കേണ്ടി വരിക. മറ്റൊരാളും അവനിൽ നിന്ന് താങ്ങാനോ അവന് സഹായിയായി നിൽക്കാനോ ഒരിക്കലും പരലോകത്തുണ്ടാവുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹത്തായ ഈ റമദാന് പോലത്തെ അവസരങ്ങൾ നമുക്ക് നൽകിയിരിക്കുന്നു, സാഹചര്യങ്ങൾ നമുക്ക് അനുകൂലമാക്കിയിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം പറഞ്ഞു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ ഇമാം തിർമിദിയും അൽബാനി പോലത്തെ ഹദീസിന്റെ പണ്ഡിതന്മാർ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ റമദാൻ ഷരീഫിന്റെ ഷഹ്റു റമദാനിന്റെ ആദ്യത്തെ രാത്രിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പിശാചുകളെയും ധിക്കാരികളായ ജിന്നുകളെയും അവരെ ചങ്ങലക്കിട്ട് ബന്ധിക്കപ്പെടും. അതേപോലെ തന്നെ നരകത്തിന്റെ കവാടങ്ങൾ അടച്ചുപൂട്ടപ്പെടും, സ്വർഗത്തിന്റെ വാതിലുകൾ തുറന്നു വെക്കപ്പെടും. അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്ന് വിളിച്ചു പറയുന്ന ഒരാൾ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും, യാ ബാഗിയൽ ഖൈരി അഖ്ബിൽ, നന്മ ഉദ്ദേശിക്കുന്ന മനുഷ്യ മുന്നോട്ട് വാ. അള്ളാഹു സാഹചര്യം നമുക്ക് അനുകൂലമാക്കി തന്നിരിക്കുകയാണ്. അള്ളാഹുവിന്റെ അടിമകൾ ത്വാഅത്തിൽ മുന്നേറി
അള്ളാഹുവിന്റെ സാമീപ്യം കരസ്ഥമാക്കാൻ ഈ ലോകത്തും പരലോകത്തും ബഹുമാന ആദരണീയരായി അവർ രക്ഷപ്പെടാനുള്ള അനുകൂലമായ സാഹചര്യങ്ങൾ, ധാരാളം നമ്മൾ ചെയ്യുന്ന അമലുകൾക്കുള്ള മഹത്തായ പ്രതിഫലങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ നിന്ന് മോചിപ്പിച്ചുകൊണ്ട് പാപങ്ങൾ പുറത്തുകൊണ്ട് അടിമകൾക്ക് രക്ഷപ്പെടാനുള്ള സകല സൗകര്യങ്ങളും സാഹചര്യങ്ങളും അവൻ ഒരുക്കി തയ്യാറാക്കി വച്ചിരിക്കുകയാണ്. യാ ബാഗിയൽ ഖൈരി അഖ്ബിൽ, നന്മ ഉദ്ദേശിക്കുന്ന മനുഷ്യ മുന്നോട്ട് വാ. വയാ ബാഗിയ ശർരി അഖ്സിർ, തെറ്റും തിന്മകളും പാപങ്ങളും ചെയ്തുകൊണ്ട് ജീവിതത്തിന്റെ സകലമാന സമയങ്ങളും ആയുസ്സുകളും ദുരുപയോഗം ചെയ്യുന്നവരെ, നിങ്ങൾ അല്ലാഹുവിലേക്ക് തിരിഞ്ഞു നടക്കുവീൻ. ചെയ്യുന്ന തെറ്റുകുറ്റങ്ങൾ അതൊന്ന് കുറച്ചുകൊണ്ട് അതിൽ നിന്ന് മാറിക്കൊണ്ട് പശ്ചാത്തപിച്ചുകൊണ്ട് അല്ലാഹുവിലേക്ക് മുന്നിടുവീൻ. വലില്ലാഹി ഉതഖാഉ മിനൻ നാരി വദാലിക കുല്ല ലൈലത്തിൻ, എല്ലാ ഓരോ രാത്രികളിലും റമദാനിന്റെ അല്ലാഹു അവന്റെ ഒരു ഭാഗം ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ടവരായിട്ട് പ്രഖ്യാപിക്കുന്ന ആ മഹത്തായ അല്ലാഹുവിന്റെ ഔദാര്യത്തിന്, അവന്റെ ആനുകൂല്യങ്ങൾക്ക്, അവന്റെ റഹ്മാത്തുകൾക്ക്, ഖൈറാത്തുകൾക്ക് വേണ്ടി നാം പാകപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ മനസ്സിനെയും നമ്മുടെ ശരീരങ്ങളെയും നമ്മുടെ പ്രവർത്തനങ്ങളെയും. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പല ആയാത്തുകളിൽ കൂടെ നന്മകളിലേക്ക് മുന്നേറാൻ വേണ്ടി അവൻ അവന്റെ അടിമകളെ പ്രേരിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്ന, അല്ലാഹുവിന്റെ പാപമോചനത്തിലേക്ക്, സ്വർഗ്ഗത്തിലേക്ക് നിങ്ങൾ മുന്നേറുവീൻ. അല്ലാഹു അവന്റെ അടിമകൾക്ക് ധാരാളം പാപങ്ങൾ പുറത്തു കൊടുക്കാൻ തയ്യാറാണ്. അവന്റെ വാഗ്ദാനമാണ്. തെറ്റുകൾ നമ്മളെടുത്ത് വന്നുപോയി മനുഷ്യ സഹജമായി നിരാശപ്പെടേണ്ടതില്ല. അല്ലാഹു പുറത്തു തരാൻ തയ്യാറാണ്. അടിമകളായ നമ്മുടെ തൗബയെ അവൻ സ്വീകരിക്കാൻ, പശ്ചാത്താപത്തിന് സ്വീകരിക്കാൻ തയ്യാറാണ്. തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ അവസരത്തിനിലേറെ തൗബയും പശ്ചാത്താപവുമായി അല്ലാഹുവിലേക്ക് മുന്നിട്ടാൽ ആ മനുഷ്യൻ അതിന്റെ മുമ്പുള്ള അവസ്ഥയിലേറെ ബഹുമാന ആദരവുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നതാണ്. വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹസ് സമാവാതു വൽ അർദ്, ആ സ്വർഗ്ഗങ്ങളുടെ വീതി തന്നെ ആകാശങ്ങളെയും ഭൂമിയെയും അത്രയുണ്ട് എന്നാണ് അല്ലാഹു പറയുന്നത്. ആ പ്രയോഗം, വീതി തന്നെ അത്ര ഉണ്ടെങ്കിൽ നീളം എത്രയായിരിക്കും, അതിന്റെ വിശാലത എത്രയായിരിക്കും. പരിശുദ്ധ ഖുർആനിൽ കൂടെ അല്ലാഹു പറയുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിന്റെ വിശദീകരണവുമായി കൊണ്ട് നമ്മുടെ ഇടയിൽ ജീവിച്ച് നമുക്ക് പറഞ്ഞു പ്രവർത്തിച്ച് കാണിച്ചു തന്ന കാര്യങ്ങളാണ്. ഇത് സത്യമാണ്, ഇത് യാഥാർത്ഥ്യമാണ്. ആ സ്വർഗത്തിലേക്ക് നിങ്ങൾ മുന്നേറുവീൻ, അല്ലാഹുവിന്റെ പാപമോചനത്തിലേക്ക് നിങ്ങൾ മുന്നേറുവീൻ. ഉഇദ്ദത ലിൽ മുത്തഖീൻ, അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ഈ ലോകത്ത് ജീവിക്കുന്ന അടിമകൾക്ക് വേണ്ടി ഒരുക്കി തയ്യാറാക്കി വെക്കപ്പെട്ടതാണ്. നമുക്കറിയാം, നോമ്പിനെ അല്ലാഹു നമുക്ക് നിർബന്ധമാക്കിയതിന്റെ പിന്നിലുള്ള ലക്ഷ്യം തഖ്വ കൈവരിക്കുക എന്നുള്ളതാണ്. അല്ലാഹുവും അവന്റെ റസൂലും നമുക്ക് നിർബന്ധമാക്കിയ കാര്യങ്ങൾ നിർവഹിക്കാൻ, അല്ലാഹുവും അവന്റെ റസൂലും വിരോധിച്ച കാര്യങ്ങൾ ഒഴിവാക്കാനുള്ള മാനസികമായ ഒരു പക്വതയും ഒരു പാകവും മാനസികമായ ഒരു തയ്യാറെടുപ്പും എടുത്തുകൊണ്ട് ആ ഒരു സൂക്ഷ്മതയോടുകൂടെ ഈ ലോകത്ത് ജീവിച്ചു മുന്നേറിയ ആളുകൾക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്ര വിശാലമായ സ്വർഗം ഒരുക്കി തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. മറ്റൊരായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, സാബിഖു ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്ന, അല്ലാഹുവിന്റെ പാപമോചനത്തിലേക്കും സ്വർഗ്ഗത്തിലേക്കും നിങ്ങൾ മുന്നേറുവീൻ. അർളുഹാ കഅർളിസ് സമാവാതി അർളുഹാ കഅർളിസ് സമാഇ വൽ അർദ്, അതിന്റെ വീതി തന്നെ ആകാശങ്ങളെ പോലെ പരന്ന് വിശാലമായ ആകാശങ്ങളെ പോലെ. നാം ഈ കാണുന്ന ഒരാകാശം, അതിന്റെ മുകളിൽ മറ്റൊന്ന്, അതിന്റെ മുകളിൽ മറ്റൊന്ന്, ഇത്തര പരന്ന് വിശാലമായ ആകാശങ്ങൾ പോലത്തെ വിശാലമായ സ്വർഗത്തിലേക്കാണ് അല്ലാഹു അവന്റെ അടിമകളെ ക്ഷണിക്കുന്നത്. ഉഇദ്ദത ലില്ലദീന ആമനൂ ബില്ലാഹി വറസൂലിഹി, അല്ലാഹുവിലും അവന്റെ പ്രവാചകന്മാരിലും വിശ്വസിച്ച യഥാർത്ഥ തൗഹീദുള്ള പ്രവാചകന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന സുന്നത്ത് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ ആ പ്രവാചകനെ മാതൃകയാക്കിക്കൊണ്ട് ഈ ലോകത്ത് ജീവിച്ച മുഅ്മിനീങ്ങൾക്ക് ഈമാൻ വേണം, തൗഹീദ് വേണം, സുന്നത്തും നാം കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കി പ്രാവർത്തികമാക്കാൻ തയ്യാറാവണം. നമ്മുടെ ഇച്ഛകൾക്കനുസരിച്ചോ താല്പര്യങ്ങളോ ലക്ഷ്യങ്ങളോ തോന്നലുകളോ എവിടുന്നെങ്കിലും എന്തെങ്കിലും കേട്ടതോ അനുസരിച്ചല്ല. ശരിയായ തൗഹീദ്, അള്ളാഹുവിനെ കുറിച്ചുള്ള ശരിയായ വിശ്വാസം, വിശ്വസിക്കൽ നിർബന്ധമായ കാര്യങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായ അറിവും ബോധ്യവും ഉണ്ടാവണം. അതേപോലെ അള്ളാഹുവിന്റെ റസൂല് നമുക്ക് പഠിപ്പിച്ചു തന്ന ചെറുതും വലുതുമായ വാക്കും പ്രവൃത്തിയുമായ സകല കാര്യങ്ങളിലും ആ പ്രവാചകനെ മാതൃകയാക്കിക്കൊണ്ട് മുന്നേറുന്ന പക്ഷം
അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരന്ന് വിശാലമായ സ്വർഗത്തിന്റെ അവകാശികൾ, ഉടമകൾ നമ്മളെ ആക്കി തീർക്കും. മരണത്തോടുകൂടെ ആ സ്വർഗത്തിൽ അല്ലാഹു അവന് അതിൻ്റെതായ അനുഗ്രഹങ്ങളും അവിടെയുള്ള ആ വിഭവങ്ങളും അവന് നൽകിക്കൊണ്ടേയിരിക്കും. ഉഇദ്ദത്ത് ലില്ലദീന ആമനൂ ബില്ലാഹി വറസൂലിഹി ദാലിക ഫദ്ലുല്ലാഹ്. അത് അല്ലാഹുവിന്റെ ഔദാര്യമാണ്. ഇത് അല്ലാഹുവിന്റെ ഔദാര്യമാണ്. ഒരാളുടെ തറവാട് കൊണ്ടോ മഹിമ കൊണ്ടോ അവന്റെ യുക്തിയും തന്ത്രങ്ങൾ കൊണ്ടോ അവൻ ഈ നാട്ടിൽ ബഹുമാനാദരണീയനായിരുന്നു എന്നതുകൊണ്ട് നേടിയെടുക്കാൻ സാധ്യമല്ല സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ. അല്ലാഹുവിന്റെ ഔദാര്യം മാത്രമാണ്. വല്ലാഹു ദാലിക ഫദ്ലുല്ലാഹി യുതീഹി മൻ യശാ. അല്ലാഹു ഉദ്ദേശിക്കുന്ന അടിമകൾക്ക്, അത് ലഭിക്കാൻ അർഹതയുള്ള അടിമകൾക്ക്, അത് ലഭിക്കാൻ അല്ലാഹുവിന്റെ ഫദ്ൽ ലഭിക്കാൻ യോഗ്യത നേടിയ വ്യക്തികൾക്ക്, അത് നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ടാണ്. അല്ലാഹുവിന്റെ കൽപ്പനകൾ കൃത്യമായി പാലിക്കുന്നത് കൊണ്ടാണ്. അല്ലാഹുവിന്റെ ഔദാര്യവും റഹ്മത്തുമാണെങ്കിലും സ്വർഗം ലഭിക്കാനുള്ള കാരണങ്ങൾ നമ്മുടെ ഭാഗത്തിൽ നിന്നുണ്ടാവണം. ശരിയായ വിശ്വാസവും പ്രവാചകൻ പഠിപ്പിച്ചു തന്നതുപോലെ സൽക്കർമ്മങ്ങളുമായി മുന്നോട്ട് പോയാൽ, അതിലുമായി മുന്നേറി ഈ ലോകത്ത് ജീവിച്ച് മരണപ്പെടുന്ന പക്ഷം വല്ലാഹു ദുൽ ഫദ്ലിൽ അളീം, അല്ലാഹു മഹത്തായ ഔദാര്യവും റഹ്മത്തും കാരുണ്യവും ഉടയവനാകുന്നു. അവന്റെ അടിമകൾക്ക് അത് നൽകാമെന്ന് വാഗ്ദാനം ചെയ്തതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമവും അതിന്റെ മുമ്പുള്ള പ്രവാചകന്മാരും ആ പ്രവാചകന്മാരെ കൃത്യമായി മാതൃകയാക്കിയ മുഅ്മിനീങ്ങളും അള്ളാഹുവിന്റെ ഈ വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട് അതിനുവേണ്ടി ലോകത്ത് പണിയെടുത്തവരാണ്. അവർക്ക് ലഭിച്ച സകലമായ സൗകര്യങ്ങളും സമയങ്ങളും സാഹചര്യങ്ങളും അള്ളാഹുവിന്റെ ഈ വാഗ്ദാനങ്ങളിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് അതിനുവേണ്ടി അവർ ഉപയോഗപ്പെടുത്തിയതാണ്. നമുക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഈ അവസരങ്ങൾ, അത് നാം ഇത്തര മഹത്തായ സമയങ്ങൾ, മാസങ്ങൾ, ഇത്ര ബഹുമാന ആദരവുള്ള മണിക്കൂറുകൾ, അവസരങ്ങൾ, അത് നാം നേടിയെടുക്കാൻ തയ്യാറാവണം. നേരെ മറിച്ച് അള്ളാഹുവിന്റെ കൽപ്പനയും പ്രവാചകന്റെ അധ്യാപനങ്ങളും അത് ശ്രദ്ധിക്കാതെ അതിലേക്ക് പുറംതിരിഞ്ഞു നിന്ന് ഭൗതികമായ ഈ ലോകത്തുള്ള അവസരങ്ങൾ, ഇവിടുത്തെ വിഭവങ്ങൾ, ഇവിടുത്തെ ആഹ്ലാദങ്ങളിലും ആവേശങ്ങളിലും ആഘോഷങ്ങളിലും അള്ളാഹുവിനത് വെറുപ്പുണ്ടോ, പ്രവാചകനതിന് എതിർപ്പുണ്ടോ എന്ന് നോക്കാതെ ഈ ലോകത്തൊരു മനുഷ്യൻ അവന്റെ ജീവിതം പാഴാക്കി കളഞ്ഞാൽ നാം എല്ലാവരെയും നേരിടാൻ പോകുന്ന ഒരു അവസരമാണ് മരണം എന്ന് പറയുന്നത്. അതിൽ നിന്ന് ഈ ലോകത്ത് വന്ന ഒരു സൃഷ്ടിക്കും മോചനമില്ല താനും. ആ ഒരു സത്യത്തിന്റെ മുന്നിൽ ഒരാൾക്കും പുറംതിരിഞ്ഞു നിൽക്കാനോ ഞാൻ മരിക്കുകയില്ല, ഞാൻ പൂർണ്ണമായി ആരോഗ്യത്തോടെ ഈ ലോകത്ത് തന്നെ എന്നുമുണ്ടാകുമെന്ന് അവകാശപ്പെടുന്ന ഒരു വ്യക്തിയുമില്ല. ആ മരണം നേരിടുന്ന സമയത്ത് ഹത്താ ഇദാ ജാഅ അഹദഹുൽ മൗത്ത്, മരണം അവർക്ക് മുന്നിൽ വരുന്ന സമയത്ത് ഖാല റബ്ബി ഇർജിഊനി ലഅല്ലി അഅമലു സാലിഹൻ, റബ്ബേ ഒന്ന് ഈ ദുനിയാവിലേക്ക് കുറച്ച് സമയം ഒന്ന് നീ എന്നെ മടക്കി മരിപ്പിക്കല്ലേ, ഇപ്പൊ നീ എന്നെ പിടിക്കല്ലേ, എനിക്കൊരൽപ്പം അവസരം സമയം കൊണ്ടാ. ആ സമയം അവന് ലഭിക്കുന്ന പക്ഷം ഈ ഭൗതികമായ വിഭവങ്ങളിൽ അവൻ മറന്നുകൊണ്ട് അള്ളാഹുവിനെ വിസ്മരിച്ചുകൊണ്ട് ആഹ്ലാദിക്കണമെന്നോ ആഘോഷിക്കണമെന്നോ ഒന്നുമല്ല. അവന്റെ ആ സമയത്തുള്ള ആഗ്രഹം ലഅല്ലി അഅമലു സാലിഹൻ, എന്തെങ്കിലും ഒരു സൽക്കർമ്മം ചെയ്യാൻ, എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്തൊന്ന് രക്ഷപ്പെടാൻ. ഫീമാ തറക്, നീ എനിക്ക് ഒരു ദിവസോ അല്പം മണിക്കൂറുകളോ അതല്ലെങ്കിൽ ഒരാഴ്ച നീ എനിക്കൊന്ന് ഒഴിവാക്കി തരാണെങ്കിൽ എന്തെങ്കിലും ഒരു സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് എനിക്ക് രക്ഷപ്പെടാൻ വേണ്ടിയാണ്. അള്ളാഹു പറയുന്നു കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ, ഒരിക്കലും അത് വിചാരിക്കണ്ട, അവനൊന്നോട് ഒഴിവാക്കി കൊടുക്കും വേണ്ട, അവന് ഇനി ഒരു അവസരം അവന്റെ മുന്നിൽ വെച്ച് നീട്ടുകയും വേണ്ട, അവനതങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇനിയും അവനൊരു അവസരം കിട്ടിയാൽ ആ വ്യക്തി അത് ദുരുപയോഗം ചെയ്യും. വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബഅഥൂൻ, ഖബർ ജീവിതമാണ് ഇനി അവർക്ക് നേരിടാനുള്ളത്. പരലോകത്ത് എത്തുന്നതിന്റെ മുമ്പ് തന്നെ ഈ ലോകത്തിൽ നിന്ന് പിരിഞ്ഞ് ഇവിടെയുള്ള ബന്ധങ്ങളും സ്വന്തങ്ങളും ആൾക്കൂട്ടങ്ങളും ആഘോഷങ്ങളും ആർഭാടങ്ങളും സന്തോഷങ്ങളും അത് മുഴുവനും നഷ്ടപ്പെട്ട് ഏകനായി അവൻ എന്ത് ഈ ലോകത്ത് ചെയ്തു, അതിന്റെ പ്രതിഫലങ്ങൾ, അതിന്റെ ഗുണങ്ങളാണെങ്കിൽ നല്ലതാണെങ്കിൽ നല്ല കാര്യങ്ങൾ, സമാധാനവും സ്വസ്ഥതയും ഇവിടെ ചെയ്തു കൂട്ടിയത് ദുഷിച്ചതാണെങ്കിൽ, ഇവിടെ ധിക്കാരമാണെങ്കിൽ
ഇവിടെ അശ്രദ്ധയാണെങ്കിൽ അതിന്റെ തിക്തമായ ഫലങ്ങൾ ഏകനായി ഇരുൾമുട്ടിയ ഖബറിൽ ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയാത്ത നിലക്ക് നാം ഓരോരുത്തരും നമ്മുടെ മുന്നിലുള്ളത് ഈ പറയുന്ന ഖബർ ജീവിതമാണ്. ഖബറിൽ കുഴിയിൽ കൊണ്ടുപോയി അവനെ മൂടിയാലും, തീയിൽ കൊണ്ടുപോയിട്ട് അവനെ കരിച്ചുകൊണ്ട് വെണ്ണീറാക്കി എവിടെയെങ്കിലും കൊണ്ടുപോയി വെതറിയാലും, പക്ഷികളും മൃഗങ്ങളും മറ്റുള്ളതും അവനെ കഴിച്ചുകൊണ്ട് നാമാവശേഷമായാലും, ബർസഖ് എന്ന് പറയുന്ന ദുന്യവിയായ ജീവിതത്തിന്റെ പരലോക ജീവിതത്തിന്റെ ഇടയിലുള്ളൊരവസ്ഥ, അത് നേരിടാൻ വേണ്ടി കാത്തു നിൽക്കുന്നവരാണ് നാം ഓരോരുത്തരും. അവസരം ഇപ്പോഴാണ്, ആനുകൂല്യങ്ങൾ ഈ സമയത്താണ്. അള്ളാഹു നമ്മോട് കാണിക്കുന്ന കാരുണ്യം, ഔദാര്യം, അതിനുവേണ്ടി പാകപ്പെടാൻ അള്ളാഹുവിന്റെ മുന്നിൽ ചെന്നിരുന്നുകൊണ്ട് കണ്ണിൽ നിന്ന് കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് പറ്റിയ തെറ്റുകൾ ഏറ്റു പറയാൻ, ഇനിയുള്ള എന്റെ ജീവിതം ഞാൻ നിന്നിലേക്ക് തിരിച്ചു നടക്കുന്ന അള്ളാഹുവേ, നീ എനിക്ക് കരുണ ചെയ്യണം, നീ എന്നെ സ്വീകരിക്കണം, നീ എന്നെ നിന്റെ സത്യസജ്ജനായ മുഅ്മിനീങ്ങളായ അടിമകളുടെ കൂട്ടത്തിൽ പെടുത്തി ആദരിക്കണം എന്ന് പറയാനുള്ള അവസരങ്ങൾ, അതിന് ഏറ്റവും നല്ല സമയങ്ങളാണ് നമ്മൾ ഇന്ന് കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, ലാ തസൂലു, ഖബറിലുള്ള കാര്യം ഇതാണെങ്കിൽ, മഹ്ശറയിലാണെങ്കിൽ, ലാ തസൂലു ഖദമു ബനി ആദമ ഹത്താ യുസ്അല അൻ ഖംസ്, ഖിയാമത്ത് നാളിൽ മനുഷ്യൻ ആ മഹ്ശറയിൽ ചെന്ന് നിന്നതിന് ശേഷം 5 കാര്യങ്ങളെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടാതെ, അവിടെ വെച്ച് വ്യക്തമായ അതിന് ഉത്തരം അവൻ നൽകാതെ വച്ച കാല് മുന്നോട്ട് ചലിപ്പിക്കാൻ ഒരു മനുഷ്യനും സാധ്യമല്ല. അൻ ഉമുരിഹി ഫീമ അഫ്നാ, ഈ ലോകത്ത് അവന് നൽകിയ ആയുസ്സില്ലേ, എന്തിൽ അതിനെ നശിപ്പിച്ചു, ചെലവാക്കി, ചോദ്യം ചെയ്യപ്പെടും. അതേപോലെ തന്നെ വഅൻ ശബാബിഹി ഫീമ അബ്ലാ, ആരോഗ്യവും ചോരത്തളപ്പും യുവത്വവും കൗമാരവും എന്തിനും എനിക്ക് കഴിയും എന്ന് പറയുന്ന മാനസികാവസ്ഥയിലുള്ള ഒരു മനുഷ്യന്റെ, അവന്റെ ജീവിതത്തിൽ ഒരു വ്യക്തിയുടെ ഏറ്റവും ഉത്തമമായ സമയം യുവത്വം എന്ന് പറയുന്നത്, ചോരത്തളപ്പിന്റെ സമയം, ആരെയും വെല്ലുവിളിക്കാൻ, ആരോടും എതിർക്കാൻ, എന്തും ചെയ്യാൻ പ്രാപ്തമായ സമയം. ആ യുവത്വത്തെ കുറിച്ച് അല്ലാഹു മഹ്ശറയിൽ ചോദ്യം ചെയ്യും. വഅൻ മാലിഹി മിൻ ഐന ഇക്തസബഹു വഫീമ അൻഫഖ, സമ്പാദ്യം, സമ്പത്ത് എവിടെ നിന്ന് നേടിയെടുത്തു, ഏതൊക്കെ മാർഗത്തിൽ അതിനെ ചെലവാക്കി. സക്കാത്ത് എന്ന് പറയുന്നത് ദീനുൽ ഇസ്ലാമിന്റെ 3ാമത്തെ അതിപ്രധാനമായ സാമ്പത്തികമായ കാര്യങ്ങളിലുള്ള നമ്മുടെ സമ്പത്തിൽ അതിനെ ശുദ്ധീകരിക്കൽ, അർഹതപ്പെട്ട ആളുകൾക്ക് അതിന്റെ വിഹിതങ്ങൾ കൃത്യമായി കണക്ക് കൂട്ടി ഓഡിറ്റ് നടത്തി പരിശോധിച്ച് അതിൽ നിന്ന് പാവങ്ങളും അതിന്റെ അർഹരായ ആളുകൾക്ക് അത് കൊടുക്കേണ്ടുന്നത്. സക്കാത്ത് ഇന്ന് പല മുസ്ലിമീങ്ങളും വലിയ വലിയ സമ്പത്തുകൾ അല്ലാഹു നൽകിയിട്ട് കൂടി കൃത്യമായി കയ്യും കണക്കും നോക്കി അത് നൽകാത്തവരാണ് എന്നുള്ളതാണ് സത്യം. സക്കാത്ത് നൽകുക എന്ന് പറയുന്നത് പാവങ്ങളുടെ അവകാശം വെച്ചുകൊണ്ട് അവനും അവന്റെ കുടുംബങ്ങളും ഈ സാധുക്കളായ ആളുകൾക്ക് അള്ളാഹു കൊടുക്കാൻ വേണ്ടി പറഞ്ഞ വിഹിതം അവരുടെ വയറ്റിലേക്ക് ആക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ ദുൽമാണ്, അക്രമമാണ്. അള്ളാഹു ഈ സമ്പത്ത് നൽകിയതിന്റെ നന്ദികേടുമാണ്. മഹത്തായ ഈ മാസത്തിലൊക്കെ വർഷാവർഷത്തിൽ ഒരാൾക്ക് അവന്റെ സമ്പത്തൊക്കെ ഒന്ന് ഓഡിറ്റ് ചെയ്ത് കണക്ക് കൂട്ടി പരിശോധിച്ച് എത്ര വന്നു, എവിടെ നിന്ന് വന്നു, എവിടെ ഞാനിത് ചെലവാക്കി എന്ന് പരിശോധിച്ച് അർഹതപ്പെട്ട ആളുകൾക്ക്, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് നടക്കുന്ന മുഅ്മിനീങ്ങളായ ആളുകൾ പ്രത്യേകിച്ച് അവരെ പരിഗണിച്ചുകൊണ്ട് ഈ സക്കാത്തിന്റെ വിഹിതങ്ങളൊക്കെ അവർക്ക് നൽകാൻ വേണ്ടി തയ്യാറാവുക. എവിടെ നിന്ന് സമ്പാദിച്ചു, ഏതൊക്കെ മാർഗത്തിൽ ചെലവഴിച്ചു, ചോദ്യം ചെയ്യപ്പെടും. വമാദാ അമില ഫീമാ അലിം, എന്തൊക്കെ പഠിച്ചു, പഠിച്ചിട്ട് എന്തൊക്കെ ചെയ്തു, ഈ ചോദ്യങ്ങൾ ഉണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ നൽകുന്ന അവസരങ്ങൾ കൃത്യമായി അത് ഉപയോഗപ്പെടുത്താനും അവനും അവന്റെ റസൂലും നമുക്ക് പഠിപ്പിച്ചു തന്ന വഴിയിൽ കൂടെ ശരിയായ നിലക്ക് സഞ്ചരിക്കാനും ഈ ലോകത്തും പരലോകത്തും അല്ലാഹുവിന്റെ ആദരവും ബഹുമാനവും സംരക്ഷണവും മഹത്തായ പ്രതിഫലങ്ങൾ കരസ്ഥമാക്കാനും അവൻ നമ്മെ സഹായിക്കുമാറാവട്ടെ. അഖൂലു ഹാദൽ ഖൗല വഅസ്തഗ്ഫിറുല്ലാഹൽ അളീമൽ ജലീല ലീ വലക്കും വലിസായിരിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മുഅ്മിനീങ്ങളായ ആളുകളുടെ നോമ്പിനെ കുറിച്ച് പറയുന്ന ഒരു വാക്ക്, കുല്ലു അമലി ബനി ആദമ ലഹു ഇല്ല സൗം.
അള്ളാഹു പറഞ്ഞത് അങ്ങനെയാണ്. മനുഷ്യൻ ചെയ്യുന്ന അമലുകൾ മുഴുവനും അവനാണ്, നോമ്പൊഴിച്ച്. യഥാർത്ഥത്തിൽ നാം നിർവഹിക്കുന്ന ഇബാദത്തുകൾ മുഴുവത്തിന്റെയും ഗുണവും നേട്ടവും നമുക്ക് മാത്രമാണ്. അള്ളാഹുവിന് അവന്റെ അടിമകളായ നമ്മുടെ ഒരാളിലേക്കും ഒരാവശ്യവുമില്ലാത്തവരാണ്. യാ അയ്യുഹന്നാസു അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്. മനുഷ്യരെ, എന്ത് തന്നെ ഭൗതികമായ, എത്ര തന്നെ ഭൗതികമായ കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിലും നിങ്ങൾ മുഴുവനും ദരിദ്രരാണ്, ദരിദ്രരിൽ ദരിദ്രരാണ് അള്ളാഹുവിലേക്ക്. ഫഖീറന്മാരാണ് നിങ്ങൾ അള്ളാഹുവിലേക്ക്. വല്ലാഹു ഹുവൽ ഗനി. അള്ളാഹു മാത്രമാകുന്നു സ്വയം പര്യാപ്തൻ. അവന് മനുഷ്യരായ അല്ലെങ്കിൽ അവന്റെ സൃഷ്ടികളായ ഒരാളിലേക്കും ഒരു നിമിഷവും ഒരാവശ്യമില്ലാത്തവരാണ്. നാം ഉന്നതനായ അള്ളാഹുവിലേക്ക് സകല സമയവും അത്യാവശ്യക്കാരാണ് താനും. നാം ചെയ്യുന്ന ഇബാദത്തുകൾ, അമലുകൾ, അതിന്റെ നേട്ടം മുഴുവനും നമുക്ക് മാത്രമാണ്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല നോമ്പിനെ ആദരിച്ചുകൊണ്ട് ബഹുമാനിച്ചുകൊണ്ട് നോമ്പ് എന്ന് പറയുന്ന ആ ഇബാദത്തിന് മറ്റുള്ള ഇബാദത്തുകൾക്ക് ഇല്ലാത്തൊരു പ്രത്യേകതയുണ്ട്. ഇവിടെ ഈ സദസ്സിൽ വന്നിരിക്കുന്ന ആളുകൾ മുഴുവനും പ്രത്യക്ഷത്തിൽ നോമ്പുകാരാണ്. കുട്ടികൾ മുഴുവനും നോമ്പുകാരാണ് എന്നാണ് ഞാൻ നിങ്ങളെ മനസ്സിലാക്കുന്നത്. പൂർണ്ണമായും നോമ്പുകാരായിട്ടാണ് വന്നിരിക്കുന്നത് എന്ന്. പക്ഷേ ആളുകളുടെ മുന്നിൽ നോമ്പുകാരനായി വരുന്നൊരു വ്യക്തിക്ക് ഒരു പക്ഷേ സ്വകാര്യമായിട്ട് അവൻ ഭക്ഷണപാനീയങ്ങൾ കഴിച്ചുകൊണ്ടും ആളുകളുടെ മുന്നിൽ വന്നിരിക്കാൻ സാധിക്കുന്നതാണ്. പക്ഷെ ആ കളങ്കമുറ്റ ആ മനസ്സിന്റെ ഉടമ യഥാർത്ഥ നോമ്പുകാരൻ ആരാണ് എന്ന് അള്ളാഹുവിന് മാത്രം അറിയുന്ന കാര്യമാണ്. തന്റെ അടുത്തിരിക്കുന്ന ഒരു വ്യക്തിക്ക് പോലും അവന്റെ നിജസ്ഥിതി എന്താണ് എന്ന് അറിയാൻ കഴിയുകയില്ല. അതാണ് നോമ്പിന്റെ മറ്റൊരു ഈ പറയുന്ന പ്രത്യേകത മറ്റേ ഇബാദത്തുകൾക്കില്ലാതെ. അതുകൊണ്ട് അള്ളാഹു പറയാണ്, ഇല്ല സൗം, നോമ്പൊഴികെ, ഫഇന്നഹു ലി, അത് എനിക്കുള്ളതാണ്. അതിന് പിന്നീട് ഒരു വഞ്ചന സാധ്യമല്ല എന്നുള്ളതാണ് സത്യം. അതിന് ലോകമാന്യം ആളുകളെ കാണിക്കലോ കേൾപ്പിക്കലോ ബോധിപ്പിക്കലോ സാധ്യമല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വഅന അജ്സി ബിഹി, അതിനുള്ള പ്രതിഫലം ഞാനാണ് നൽകുക. എല്ലാ അമലുകൾക്കും പ്രതിഫലം നൽകുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. പക്ഷെ നോമ്പിന്റെ ഈ പ്രത്യേകത, ഈ ഒരു ആദരവ് ബഹുമാനം കാരണം അള്ളാഹു പറയാണ്, ആ നോമ്പിനുള്ള പ്രതിഫലം എത്രയാണ് നൽകുക. അള്ളാഹു അതിന്റെ എണ്ണും കണക്കും പറയാതെയാണ് പറഞ്ഞത്. അതിനുള്ള പ്രതിഫലം ഞാൻ നൽകും. വലഖലൂഫു ഫമിസ്സായിമി അത്യബു ഇൻദല്ലാഹി മിൻ റീഹിൽ മിസ്ക്. നോമ്പ് പിടിച്ച് അന്നപാനീയങ്ങൾ ഒഴിവാക്കി ഒരു മനുഷ്യന്റെ വായിൽ നിന്ന് അതിന് ഭാവപകർച്ചയോ അതിന് എന്തെങ്കിലും വാസനയിൽ മാറ്റങ്ങളോ വന്നാൽ, അന്നപാനീയങ്ങളൊന്നും ഇല്ലാതിരിക്കുമ്പോ വായിൽ നിന്ന് എന്തെങ്കിലും മാറ്റങ്ങൾ, എന്തെങ്കിലും വാസനകൾ വന്നാൽ മനുഷ്യരായ നമുക്ക് ദുർഗന്ധമായിരിക്കും, സഹിക്കാൻ കഴിയാത്തതായിരിക്കും. പക്ഷെ അള്ളാഹു പറയുന്നു, ആ വാസന സുഗന്ധത്ത്, കസ്തൂരിയുടെ സുഗന്ധത്തിനിലേറെ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്. അള്ളാഹുവിന് വെറുപ്പുള്ള വാസന ഇഷ്ടമാണ് എന്നല്ല അതിന്റെ അർത്ഥം. അള്ളാഹു വേറെയാണ്, സൃഷ്ടാവായ അള്ളാഹു. സൃഷ്ടികൾ നമ്മൾ വേറെയാണ്. അള്ളാഹു നമ്മിലും തമ്മിലുള്ള വ്യത്യാസമാണ് അതിൽ മനസ്സിലാക്കേണ്ടത്. അതല്ലാതെ ഈ ദുർഗന്ധം അള്ളാഹുവിന് ഇഷ്ടമാണ് എന്നുള്ളതല്ല. മറ്റൊരു കാര്യം, നോമ്പുകാരനായ മനുഷ്യനിൽ നിന്നുണ്ടാകുന്ന ഓരോരോ ചലനങ്ങളും അവന്റെ മാറ്റങ്ങളും അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതും പ്രിയമുള്ളതുമാണ് എന്നാണ് ഹദീസിൽ കൂടെ നമ്മെ അറിയിക്കുന്നത്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്ത, മറ്റേ ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്തുകൊണ്ട്, കുല്ലു അമലി ബനി ആദമ യുളാഫ്, അടിമ മനുഷ്യൻ ചെയ്യുന്ന സകല പ്രവർത്തനങ്ങളും ഇരട്ടി പ്രതിഫലങ്ങൾ അവന്റെ ഉദ്ദേശശുദ്ധിക്കനുസരിച്ചും അവന്റെ ഇഖ്ലാസും അവന്റെ സത്യസന്ധത അനുസരിച്ചും അതിന് ഇരട്ടിയായ പ്രതിഫലങ്ങൾ നൽകപ്പെടും. എന്നാൽ അൽ ഖംസതു യുളാഫു അൽ ഹസനതു അശ്റു അംസാലിഹ, 10 പ്രതിഫലങ്ങളോ അതല്ലെങ്കിൽ 700 കയ്യും കണക്കുമില്ലാത്ത മറ്റോ, ഇല്ല സൗം ഫഇന്നഹു ലി വഅന അജ്സി ബിഹി, നോമ്പ് അതെനിക്കുള്ളതാണ്, അതിന് പ്രതിഫലം ഞാനാണ് നൽകുക. യദഉ ശഹവതഹു വതആമഹു മിൻ അജ്ലി, എനിക്ക് വേണ്ടി അള്ളാഹുവിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് അള്ളാഹുവിലേക്കുള്ള സാമീപ്യം പ്രതീക്ഷിച്ചുകൊണ്ട് അവന്റെ പ്രതിഫലം മോഹിച്ചുകൊണ്ട് അവന്റെ ഭക്ഷണപാനീയങ്ങളും അവന്റെ മറ്റുള്ള വികാര ആഗ്രഹ ആശകളും അവൻ ഒഴിവാക്കിക്കൊണ്ട് ക്ഷമിച്ചുകൊണ്ട് മുന്നോട്ട് പോകുകയാണ്. ആ നോമ്പുകാരനായ എന്റെ അടിമയെ ഒരിക്കലും ഞാൻ പാഴാക്കുകയില്ല. അർഹിക്കുന്ന പ്രതിഫലം അവന് കൊടുത്തുകൊണ്ട് അവന് ഞാൻ ആദരിക്കുക തന്നെ ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, ഈ അന്നപാനീയങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് പല ആളുകളും ക്ഷമിച്ചുകൊണ്ട് നോമ്പനുഷ്ഠിക്കാൻ തയ്യാറുമാണ്. പക്ഷേ വളരെ ഗൗരവത്തോടുകൂടെ നാം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ വാക്കുകളിൽ കൂടെയോ നമ്മുടെ പ്രവൃത്തികളിൽ കൂടെയോ മറ്റ് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളും പാപങ്ങളും ചെയ്യാൻ പാടില്ലാത്ത, ഒരു സമയത്തും ചെയ്യാൻ പാടില്ലാത്ത ആ തെറ്റുകൾ നമ്മുടെ ഈ നോമ്പിന്റെ സമയത്ത് വന്നു പോയാൽ ഈ കഷ്ടപ്പെട്ട വിശപ്പും ദാഹവും ഈ ക്ഷീണവും തളർച്ചയും ഉപകാരമില്ലാതെ പോകും എന്നുള്ളതാണ് സത്യം.
അന്നപാനീയങ്ങൾ എന്ന് പറയുന്നത് റമളാൻ മാസത്തിന്റെ പകലിൽ മാത്രം നിഷിദ്ധമാണ്. മറ്റുള്ള സമയത്ത് മുഴുവനും അത് ഹലാലാണ്, അനുവദനീയമാണ്. എന്നാൽ ഗീബത്ത്, നമീമത്ത് പോലത്തെ, പരിഹാസങ്ങൾ പോലത്തെ, ചീത്ത വിളിക്കൽ പോലത്തെ ഹറാമായ തെറ്റായ കാര്യങ്ങൾ ഒരു മനുഷ്യന്റെ ജീവിതകാലം മുഴുവനും അത് ഹറാമാണ്, അത് നിഷിദ്ധമാണ്. റമളാനിൽ അത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. പ്രവാചകൻ ഒരിക്കൽ പറഞ്ഞു, എത്ര നോമ്പുകാരാണ്, റുബ്ബ സായിമിൻ, എത്രയെത്ര നോമ്പുകാരാണ്, ലൈസ ലഹു മിൻ സിയാമിഹി ഇല്ലൽ ജൂഉ വൽ അതശ്, അവന്റെ ഈ നോമ്പ് കൊണ്ട് വിശപ്പും ദാഹവുമല്ലാതെ ഒരു ഫലവും അവനില്ല. അതേപോലെ തന്നെ റുബ്ബ ഖായിമിൻ, എത്ര രാത്രി ഖിയാമുൽ ലൈലിൽ നിസ്കാരത്തിൽ പങ്കെടുക്കുന്ന, തറാവീഹിൽ പങ്കെടുക്കുന്ന ആളുകളാണ് ക്ഷീണിച്ചുകൊണ്ട്. ലൈസ ലഹു മിൻ ഖിയാമിഹി ഇല്ല സഹർ, അവന്റെ ഖിയാമുൽ ലൈൽ കൊണ്ട് കുറെ ഉറക്കൊഴിച്ചു എന്നുള്ളതല്ലാതെ ഒരു ഫലവും അവന് ലഭിക്കുകയില്ല. അതുകൊണ്ട് നോമ്പിന്റെ പ്രതിഫലത്തെ തകർത്ത് കളയുന്ന ഈ പറയുന്ന നോമ്പും നിസ്കാരം കൊണ്ട് നാം നേടിയെടുക്കേണ്ടുന്ന നന്മകൾക്ക് ഭംഗം വരുത്തുന്ന, വീഴ്ച വരുത്തുന്ന തെറ്റായ കാര്യങ്ങളിൽ പൂർണ്ണമായും നാം മാറി നിൽക്കണം. അള്ളാഹുവിനെ സൂക്ഷിക്കണം. അള്ളാഹുവിനും അവന്റെ റസൂലിന്റെയും അധ്യാപനങ്ങൾ, കൽപ്പനകൾ കൃത്യമായി മനസ്സിലാക്കി നല്ല കാര്യങ്ങളിൽ മുന്നേറണം. തെറ്റായ പാപകരമായ കാര്യങ്ങൾ പശ്ചാത്തപിക്കുകയും അത് ചെയ്യുന്നില്ല, ഇനി ചെയ്യുകയില്ല എന്നുള്ള പ്രതിജ്ഞ നമ്മുടെ ഭാഗത്തിൽ നിന്നുണ്ടാവുകയും വേണം. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, റഗിമ അൻഫു റജുലിൻ ദഖല അലൈഹി റമളാൻ, ഒരു മനുഷ്യന്റെ മൂക്ക് മണ്ണിനോട് ചേരട്ടെ, നിന്ദ്യനായി തീരട്ടെ, അവൻ പരാജയപ്പെടട്ടെ, റമളാൻ മാസം അവന് ലഭിച്ചു, അള്ളാഹു അവസരം അവന് നൽകിയിട്ട് അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടാതെ ആ റമളാൻ അവനിൽ നിന്ന് പിരിഞ്ഞു പോയി. അതുകൊണ്ട് ഒരിക്കലും ഈ ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാവാൻ അനുവദിച്ചുകൂടാ, ഇടവരരുതേ. അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. اللهم وفقنا في هذا الشهر العظيم المبارك لما تحبه وترضى. اللهم ثبتنا على دينك يا ذا الجلال والإكرام. اللهم اغفر للمؤمنين والمؤمنات، اللهم اغفر للمؤمنين والمؤمنات. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم إنا نسألك رضاك والجنة ونعوذ بك من سخطك والنار. اللهم إنا نسألك الفردوس الأعلى من الجنة. اللهم إنا نسألك الفردوس الأعلى من الجنة. اللهم اغفر لنا ولوالدينا ولأحبابنا ولإخواننا وللأحياء والأموات من الموحدين يا رب العالمين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم عليك بالكفرة الظالمين المجرمين المتكبرين. حسبنا الله ونعم الوكيل، ولا حول ولا قوة إلا بالله. سبحان ربك رب العزة عما يصفون، سلام على المرسلين، والحمد لله رب العالمين.